അപ്പോൾ ഇങ്ങനെയുള്ള കാലമുണ്ടായിരുന്നു. ബാക്കി പാടുന്നില്ല, ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ഈ കാലത്തിനും ഈ അനുഭവങ്ങൾക്കെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷമാണെന്ന്. നേരും ചൊവ്വനും ജീവിക്കാനും വസ്ത്രം ധരിക്കാനും റോഡിൽ കൂടെ നടക്കുവാനും 2 അക്ഷരം കൂട്ടി വായിക്കാനും പള്ളിക്കൂടത്തിൽ പോകാനും വിദ്യ അഭ്യസിക്കുവാനും മാന്യമായിട്ട് ജീവിക്കുവാനും ആശുപത്രിയിൽ പോകുവാനും വരാനും മാന്യന്മാരോട് ഇടപെടുവാനും അക്ഷരം പഠിക്കുവാനും ഒക്കെ ഇടയായതിൻ്റെ മുഖാന്തരം സുവിശേഷം വന്നതാ. അതുകൊണ്ട് എവിടെ ഉയർത്താൻ പറ്റുന്നതാ സുവിശേഷം, ആരോടും പറയാൻ പറ്റുന്നതാ സുവിശേഷം. ഇത് നിർബന്ധിച്ചൊന്നുമല്ല, കാര്യം പറയുക, നിനക്കിഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇതാരെ നിർബന്ധിക്കുകയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും കാര്യം അങ്ങ് പറയുക, ഇഷ്ടമുണ്ടെ അംഗീകരിക്കുക. അത് അവനവന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് വരെ നമ്മൾ പെന്തിക്കോസുകാർ ആരെയും നിർബന്ധിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടതിലെ കത്തി കയറ്റും. സ്തോത്രം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടതിലെ അലവാങ്കൻ അടിച്ച് നിന്നെ തല തകർക്കും. ഒറ്റ ഉപദേശമാർ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഏതേലും ഒരുത്തം പറഞ്ഞാൽ അവനെ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുപോകണം. ഏതാ? സായിപ്പാഷ് അങ്ങ് കൊണ്ടുപോക്കണം, നമ്മുടെ സെൻറ്ററിലോ അല്ല ഈ കൊട്ടാരക്കല്ലോ. ഏതേലും മട്ടൻ പറയുക, നീ യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ അലവാങ്കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുവന്ന് ഏതേലും മട്ടൻ പറഞ്ഞാൽ അവനെ സെൻറ്ററിൽ നിർത്തരുത്, ഈ താലൂക്കിൽ നിർത്തരുത്, നേരെ തിരുവനന്തപുരം സൈഡിലോട്ട് പൊക്കോണം. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല, പറയത്തില്ല. അതല്ല നമ്മുടെ മാർഗം. ഇത് ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും നിർബന്ധിച്ച് പറയുന്നില്ല. രക്ഷ സൗജന്യമാണ്. ഇപ്പം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടുവരുന്നല്ലോ, ഭീഷണിപ്പെടുത്തി പറയണമെന്ന് പറഞ്ഞല്ലേ പറയിപ്പിക്കുന്നത്. തിരിച്ചേ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കല്ലേ. പറ, മുന്നേ നടക്കുന്ന കീഴായി വിളിക്കുന്നു, പിന്നെ നടക്കുന്ന കുന്തമായിട്ട് നടക്കുന്നു, സ്വോത്രം ഉപദ്രവിക്കുന്നു, തല്ലി. ഇത് തല്ലി പറയിപ്പിക്കുന്ന മാർഗമല്ല, ഇത് സന്തോഷത്തോടെ പറയേണ്ട മാർഗമാണ്. ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ കയറി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളു. നാളെ ആട്ടെ വിജപ്പാച്ചിപ്പമ്മ വഴിയോടി ഇത് ഇപ്പം എന്നാ ദൈവത്തിന് മഹത്വം. ഇത് നിർബന്ധം കൊണ്ടോ സമ്മർദ്ദത്താലല്ല. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം. ഇത് ഞങ്ങൾ അറിയിക്കുക. നിനക്ക് ഇഷ്ടമുണ്ടേ വിശ്വസിച്ചാൽ മതി. ഇത് നിർബന്ധമല്ല, സമ്മർദ്ദമല്ല, പരപ്രേരണ കൊണ്ടല്ല. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക, സുവിശേഷം വന്നത്, അതിന് മാറ്റം വന്നത്. സ്തോത്രം.